തീരുവ തുറുപ്പുചീട്ടാക്കി ലോകരാജ്യങ്ങൾക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വ്യാപാര യുദ്ധത്തിനേറ്റ വൻ തിരിച്ചടിയാണ് US സുപ്രീം കോടതി വിധി. വിദേശ രാജ്യങ്ങൾക്ക് ട്രംപ് ചുമത്തിയ ഇറക്കുമതി തീരുവകൾ നിയമവിരുദ്ധമാണെന്ന സുപ്രീം കോടതിയുടെ വിധി ആഗോള വ്യാപാര മേഖലയ്ക്ക് ആശ്വാസമാവുകയാണ്. ഒപ്പം പുതിയ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങാൻ ട്രംപിന് പ്രകോപനവും. രാജ്യങ്ങൾക്ക് ഏകപക്ഷീയമായി തീരുവ ചുമത്തുന്നതിലൂടെ പ്രസിഡന്റ് ഫെഡറൽ നിയമങ്ങൾ ലംഘിക്കുകയാണെന്നുള്ള വിധി സ്ഥാനം ഏറ്റെടുത്തതു മുതൽ തീരുവ യുദ്ധം തുടങ്ങിയ ട്രംപിന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. മാത്രമല്ല, പിന്നാലെ ട്രംപ് 10% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിക്കെതിരെ പ്രസിഡന്റിന്റെ വെല്ലുവിളി. സത്യത്തിൽ ട്രംപിന് സുപ്രീം കോടതിക്ക് മുകളിൽ തീരുമാനമെടുക്കാൻ ആകുമോ? വിധി വന്ന സാഹചര്യത്തിൽ അധികമായി പിരിച്ച പണം അതത് രാജ്യങ്ങൾക്ക് തിരികെ നൽകേണ്ടി വരുമോ? ഇന്ത്യയെ ഈ വിധി ഏത് രീതിയിലാകും ബാധിക്കുക? 1977 അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം പ്രയോജനപ്പെടുത്തിയാണ് ട്രംപ് രാജ്യങ്ങൾക്കെതിരെ തീരുവകൾ ചുമത്തിയിരുന്നത്. ഈ നിയമത്തിന്റെ ചുവട് പിടിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രസിഡന്റിന് തീരുവ ചുമത്താനാകുമോ എന്ന വിഷയമാണ് കോടതി പരിശോധിച്ചത്. ട്രംപിന്റെ നടപടിക്കെതിരെ നികുതി വർധനവ് ബാധിച്ച പ്രമുഖ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയിലായിരുന്നു നടപടി. സാമ്പത്തിക അടിയന്തര സാഹചര്യങ്ങളിൽ തീരുവ നിശ്ചയിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ US ഭരണഘടന പ്രകാരം നികുതി, തീരുവകൾ എന്നിവ ചുമത്താനുള്ള അധികാരം കോൺഗ്രസിനാണെന്നും അവരുടെ അനുമതിയില്ലാതെ പ്രത്യേക അധികാര നിയമം പ്രയോജനപ്പെടുത്തി നടപടികൾ എടുക്കാൻ പ്രസിഡന്റിന് കഴിയില്ലെന്നും കോടതി പറഞ്ഞു. അങ്ങനെ തീരുവ ചുമത്താനുള്ള അടിയന്തര സാമ്പത്തിക സാഹചര്യം ഇപ്പോഴില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിയമം പ്രയോജനപ്പെടുത്തി പല മുൻ പ്രസിഡന്റുമാരും വിദേശ രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ട്രംപാണ് തീരുവ ചുമത്തുന്ന ആദ്യ പ്രസിഡന്റ്. സുപ്രീം കോടതി ഉത്തരവ് വന്നതോടെ യൂറോപ്യൻ യൂണിയൻ, UK, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി US ധാരണയിലെത്തിയ വ്യാപാര കരാറുകൾ അനിശ്ചിതത്വത്തിലാവും. ഇപ്പോഴുള്ള തീരുവകൾ തുടരാനാകാത്തതിനാൽ പുതിയ തീരുവ ഘടന തന്നെ ഇനി രൂപപ്പെടുത്തേണ്ടി വരും. അതേസമയം സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വിപണികൾ കുതിച്ചുയരുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഫ്യൂച്ചർ വ്യാപാരം നടത്തുന്ന നിഫ്റ്റി 500ഓളം പോയിന്റ് കുതിച്ചു. രാജ്യാന്തര വിപണിയിൽ സ്വർണം 2.5% ഉയർന്ന് ഔൺസിന് $5100 പിന്നിട്ടു. ഡിക്ഷണറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് താരിഫാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും വ്യക്തമായിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക മേഖല പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടിയായും വിദേശ നയത്തിന്റെ ഭാഗമായുമെല്ലാം തീരുവ ചുമത്തലിനെ ന്യായീകരിച്ചിരുന്നെങ്കിലും മറ്റു രാജ്യങ്ങളെ വറുതിയിൽ കൊണ്ടുവരാനുള്ള ട്രംപിന്റെ നീക്കമായിരുന്നതെന്ന് വ്യക്തം. അമേരിക്കയുമായി വ്യാപാര കമ്മിയുള്ളതും ഉയർന്ന തീരുവ ചുമത്തുന്നതുമായ 60ഓളം രാജ്യങ്ങൾക്കാണ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. വ്യക്തിപരമായ താൽപര്യം മുൻനിർത്തിയുള്ള പ്രതികാര നടപടിയായും ചില രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തി. സുഹൃത്തും മുൻ പ്രസിഡന്റുമായ ജെയർ ബോൾസനാരോയ്ക്കെതിരെയുള്ള വിചാരണ നടപടികളുടെ പേരിലാണ് ബ്രസീലിനുള്ള തീരുവ 50% കൂട്ടിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യക്കും 25% പിഴച്ചുങ്കം ചുമത്തിയിരുന്നു. ട്രംപിന്റെ തീരുവ യുദ്ധത്തിനെതിരെ വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നുവെങ്കിലും പലപ്പോഴും വലതുപക്ഷ നിലപാട് സ്വീകരിച്ച സുപ്രീം കോടതി തന്നെ തീരുവ നയങ്ങളെ അസാധുവാക്കിയത് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ട്രംപിന് വലിയ തിരിച്ചടിയാണ്. വിധിയെ രാജ്യത്തോടുള്ള വഞ്ചനയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചതുപോലും. താൻ നാമനിർദ്ദേശം ചെയ്ത ജസ്റ്റിസുമാരെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും കോടതി വിദേശ താൽപര്യങ്ങൾക്കും ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും വഴങ്ങിയതായും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞില്ല. കോടതി തള്ളിയ താരിഫുകൾക്ക് പകരമായി 150 ദിവസത്തേക്ക് 10% താൽക്കാലിക ആഗോള നികുതി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 1974 ട്രേഡ് ആക്ടിലെ സെക്ഷൻ 122 പ്രസിഡന്റ് പ്രയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പേയ്മെന്റ് ബാലൻസിൽ വലിയ കുറവുണ്ടാകുകയോ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുമ്പോൾ പ്രസിഡന്റിന് താൽക്കാലികമായി നികുതി ചുമത്താൻ അധികാരം നൽകുന്നതാണ് ഈ സെക്ഷൻ. പ്രത്യേക അന്വേഷണങ്ങളോ നടപടിക്രമങ്ങളോ ആവശ്യമില്ലാതെ 150 ദിവസത്തേക്ക് 15% വരെ നികുതി ചുമത്താൻ ഈ നിയമം പ്രസിഡന്റിന് അധികാരം നൽകും. എന്നാൽ കാലാവധി കഴിഞ്ഞും തീരുവ തുടരണമെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വേണം. ഫെബ്രുവരി 24 മുതൽ 10% താരിഫ് പ്രാബല്യത്തിൽ വരും. ഇന്ത്യക്ക് മേലുള്ള പകരച്ചുങ്കം 18% തുടരുമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം. ഇന്ത്യ US-ന് തീരുവ നൽകും, എന്നാൽ തിരിച്ച് US നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ആഗോള താരിഫ് ഇന്ത്യക്കും ബാധകമാകുമെന്ന് മാറ്റി പറഞ്ഞു. ഇതോടെ ഇന്ത്യക്കുള്ള 18% തീരുവ 10 കുറഞ്ഞു. എന്തായാലും സുപ്രീം കോടതി വിധി വന്നതോടെ US-ഉമായുള്ള വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യക്ക് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ട്. കരാറിലെ വ്യവസ്ഥകളിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ഇന്ത്യക്ക് ആവശ്യപ്പെടാം.
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ട്രംപിന് നിർബന്ധിക്കാനും ഇനി കഴിയില്ല. US സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ തീരുവ ഇനത്തിൽ സമാഹരിച്ച വരുമാനം US സർക്കാർ തിരികെ നൽകേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരിച്ചു നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി വ്യക്തത നൽകിയിട്ടില്ല. എങ്കിലും തീരുവ ബാധിക്കപ്പെട്ട രാജ്യങ്ങൾ വിധി ചൂണ്ടിക്കാട്ടി പണം തിരികെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചരക്കിറക്കാൻ വിദേശ കമ്പനികൾ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസിയിൽ അടച്ച തീരുവകൾ മടക്കി നൽകേണ്ടി വരും. എന്നാൽ തുക തിരികെ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. റീഫണ്ട് ആവശ്യപ്പെട്ട കമ്പനികൾ കോടതിയെ സമീപിച്ചാൽ തീരുമാനമാകാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. എന്തായാലും പല ഇനങ്ങളിലായി വിദേശ രാജ്യങ്ങൾക്ക് ചുമത്തിയ ഇറക്കുമതി തീരുവയിലൂടെ നിലവിൽ $17,500 കോടി US സമാഹരിച്ചിട്ടുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. 2025-ൽ US ഗതാഗത വകുപ്പിനും നീതിന്യായ വകുപ്പിനും ബജറ്റിൽ വകയിരുത്തിയ ആകെ തുകയേക്കാൾ കൂടുതലാണിത്.